വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചത്. ഒരു ലക്ഷ്യമുണ്ട്. പൗലോസ് പറഞ്ഞതുപോലെ ലക്ഷ്യമില്ലാതെയല്ല ഞാൻ യുദ്ധം ചെയ്യുന്നത്. എനിക്കൊരു ലക്ഷ്യമുണ്ട്. വായുവിൽ അടിക്കുന്നവനെ പോലെയല്ല ഞാൻ, എല്ലാവരും ഓടുന്നവനെ പോലെയല്ല ഞാൻ ഓടുന്നത്. എനിക്കൊരു ലക്ഷ്യമുണ്ട്. ഒരു സമ്മാനത്തിന് വേണ്ടി ഞാൻ ഓടുന്നത്. നിത്യസമ്മാനത്തിന് വേണ്ടി ഓടുന്നവരാണല്ലോ നമ്മൾ. നിത്യരക്ഷയാകുന്ന സമ്മാനത്തിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നവരാണല്ലോ നമ്മൾ. എന്ന് വേണമെങ്കിൽ ഈ ഓട്ടം നിൽക്കാം, എപ്പോ വേണമെങ്കിലും ഈ ഓട്ടം അവസാനിക്കാം. അപ്പൊ പൗലോസ് ശ്ലീഹ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ ഓട്ടം ഓടി, എൻ്റെ വിശ്വാസം ഞാൻ കാത്തു, അതിനാൽ നീതിയുടെ കർത്താവ് ആ കിരീടം എന്നെ അണിയിക്കട്ടെ. സമ്മാനം അത്. കിരീടത്തിന് വേണ്ടിയാണ് നമ്മൾ ഓടുന്നത്. ഓട്ടത്തില് സ്നേഹം തണുത്തുറഞ്ഞു പോകാൻ പാടില്ല, വിശുദ്ധ ജീവിതം നഷ്ടപ്പെടാൻ പാടില്ല, വിശ്വാസം കാത്തു സൂക്ഷിക്കേണ്ടവരാണ് നമ്മൾ. തമ്പുരാനെ, നിത്യസമ്മാനത്തിന് വേണ്ടി ഓടാൻ ഞങ്ങളെ അനുവദിക്കണമെന്ന് പ്രാർത്ഥിക്കാം. തെസ്സലോനിക്കാർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം 2-ാം ലേഖനം അതിനെ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം. ആരും നിങ്ങളെ 2-ാമത്തെ അധ്യായം 3-ാമത്തെ വചനം, ആരും നിങ്ങളെ ഒരു വിധത്തിലും വഞ്ചിക്കാതിരിക്കട്ടെ. എന്തെന്നാൽ ആ ദിവസത്തിന് മുമ്പ് വിശ്വാസത്യാഗമുണ്ടാവുകയും നാശത്തിന്റെ സന്താനമായ അരാജകത്വത്തിന്റെ മനുഷ്യൻ പ്രത്യക്ഷപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. ദൈവമെന്ന് വിളിക്കപ്പെടുന്നതോ ആരാധന വിഷയമായിരിക്കുന്നതോ ആയ എല്ലാറ്റിനെയും അവൻ എതിർക്കുകയും അവയ്ക്കുപരി തന്നെ തന്നെ പ്രതിഷ്ഠിക്കുകയും ചെയ്യും. അതുവഴി താൻ ദൈവമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവൻ ദൈവത്തിന്റെ ആലയത്തിൽ സ്ഥാനം പിടിക്കും. തിന്മയുടെ അജ്ഞാത ശക്തിയെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ ശരീരമാകുന്ന ആലയത്തിലും സഭയാകുന്ന ആലയത്തിലും കുടുംബമാകുന്ന ആലയത്തിലൊക്കെ തിന്മ കയറി പിടിക്കും. അവസാന കാലഘട്ടത്തിന്റെ കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുക. അന്ന് കുറെ വിശ്വാസത്യാഗം ഉണ്ടാവും. സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം അത് തന്നെയല്ലേ? ചുറ്റുപാടും നോക്കിക്കേ, എത്രയോ പേരുടെ വിശ്വാസം സ്നേഹമൊക്കെ തണുത്തുറഞ്ഞു പോയി. അന്ത്യകാലത്തിന്റെ അടയാളങ്ങൾ എന്ന് പറഞ്ഞ് വചനം പറഞ്ഞിരിക്കുന്ന കാര്യം. ഒരു തിന്മയുടെ അജ്ഞാത ശക്തിയുണ്ട്. നമ്മുടെ ശരീരത്തിന്റെ പരിശുദ്ധിയെ കാർന്ന് തിന്നുന്ന ഒരു തിന്മയുടെ സ്വാധീന വലയം, സ്വാധീന ശക്തി നമ്മൾ അറിയണം. നമ്മളെ പാപത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്ന ഒരു തിന്മയുടെ അജ്ഞാത ശക്തിയുണ്ട്. അത് മനസ്സിലാക്കാത്തിടത്തോളം കാലം നമ്മൾ അതിന്റെ അധീനതയിലാകും, ആ തിന്മയുടെ അധികാരത്തിന്റെ കീഴിലായിപ്പോകും. നമ്മൾ അറിയണം. അവൻ നമ്മുടെ മേൽ കണ്ണുവെച്ചിരിക്കുന്നു എന്നല്ലേ ഉൽപ്പത്തി 4:7 പറയുന്നത്. നാം അതിനെ കീഴടക്കണം. കീഴടക്കിയില്ലെങ്കിൽ അവൻ നമ്മെ കീഴടക്കുന്നു. ഇപ്പൊ തിന്മയെ കീഴടക്കുന്നില്ലെങ്കിൽ തിന്മ നമ്മളെ കീഴടക്കും. കാരണം അതിനൊരു സ്വാധീന ശക്തിയുണ്ട്, വശീകരണ ശക്തിയുണ്ട്, ഒരു അജ്ഞാത ശക്തിയുണ്ട്. നമ്മുടെ ആത്മനാശത്തിലേക്ക് അവനെത്തിക്കും. എഫെസ്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 4-ാമത്തെ വചനം, തന്റെ മുൻപാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കുവാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. ഇതാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ്. തന്റെ മുൻപാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കുവാൻ ലോകസ്ഥാപനത്തിന് മുമ്പേ, ലോകമുണ്ടാകുന്നതിന് മുമ്പേ ക്രിസ്തുവിൽ ദൈവം നമ്മെ തെരഞ്ഞെടുത്തു. അനാദിയിലുള്ള തെരഞ്ഞെടുപ്പ്. നീ ജനിക്കുന്നതിന് മുമ്പേ നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ആലോചന, ആ തെരഞ്ഞെടുപ്പ്, ആ പദ്ധതി എന്ന് പറയുന്നത് എന്താ? ആ സ്നേഹത്തിൽ നിഷ്കളങ്കനും പരിശുദ്ധനൊക്കെ ആയി ജീവിക്കാൻ പ്രാർത്ഥിക്കാൻ. ദൈവമേ, നിന്റെ പരിശുദ്ധിയിൽ എന്നെയും പങ്കുകാരനാക്കണമേ. ഞാൻ എൻ്റെ ജീവിതത്തിൽ നിരന്തരം പരാജയപ്പെട്ടു പോകുന്ന വിഷയമാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ നിരന്തരം വീണു പോകുന്ന വിഷയമാണ്. തമ്പുരാനെ, നീ എന്നെ സഹായിക്കണമെന്ന് പറ. മക്കളെ, ഈ യുദ്ധത്തിൽ നമ്മൾ നിശ്ചയമായും ജയിക്കും. കാരണം നമ്മുടെ കൂടെയുള്ളത് കർത്താവ്.
ആത്മീയ യുദ്ധത്തിൽ ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും? If God is with us, who can be against us? ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും? വിശ്വസിക്കുക. നമ്മുടെ കൂടെ നിൽക്കുന്നൊരു ദൈവമുണ്ട്. തമ്പുരാനെ ചേർത്ത് പിടിച്ച് നീ ആത്മീയ ജീവിതത്തിൽ യുദ്ധം ചെയ്യാൻ തയ്യാറാണോ? നീ ഒരിക്കലും പരാജയപ്പെട്ടു പോകില്ല. മോളെ, നീ ഒരിക്കലും പരാജയപ്പെടില്ല. മോനെ, നീ ഒരിക്കലും പരാജയപ്പെടില്ല. ലോകത്തിന്റെ പരാജയങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നേക്കാം. ലൗകികമായ കാഴ്ചപ്പാടിൽ ചില പരാജയങ്ങൾക്ക് വിധേയപ്പെടേണ്ടി വന്നേക്കാം. പക്ഷേ നിന്റെ ആത്മരക്ഷ ഉറപ്പിക്കുന്ന കാര്യത്തിൽ നീ ഒരിക്കലും പരാജയപ്പെട്ടു പോകില്ല. കാരണം നിന്റെ കൂടെയുള്ളത് നിനക്ക് ആത്മരക്ഷ വാഗ്ദാനം ചെയ്തവന്, നിന്റെ നിത്യരക്ഷ ഉറപ്പിച്ചവന്. കാൽവരിയുടെ നെറുകയിൽ പാപത്തിന്റെ പരിഹാരമായ രക്തം ചിന്തി നിന്റെ ആത്മരക്ഷ ഉറപ്പിച്ചവൻ നിന്റെ കൂടെയുള്ളപ്പോൾ അതെങ്ങനെ നഷ്ടപ്പെട്ടു പോകും? ആ കർത്താവിന്റെ സ്നേഹമാണ്, ആ കർത്താവിന്റെ സാന്നിധ്യമാണ്, ആ പരിശുദ്ധിയിലേക്ക് ലക്ഷണമാണ് ഈ നിമിഷങ്ങളിൽ സ്വർഗം നമുക്ക് തരിക. കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കാം. കണ്ണു തുറന്ന് കർത്താവിനെ കാണാൻ. തമ്പുരാനെ, ഞങ്ങൾ പാപികളാണെന്ന് പറയാം, നമ്മൾ അയോഗ്യരാണെന്ന് പറയാം, ബലഹീനരാണെന്ന് പറയാം. നമുക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്. ചിന്തകളിലും മനസ്സിലും മനസാക്ഷി രൂപീകരണത്തിലൊക്കെ ഈ വീഴ്ചകൾ വന്നിട്ടുണ്ട്. നമുക്ക് മനോഭാവങ്ങളിലും ബന്ധങ്ങളിലൊക്കെ വീഴ്ചകൾ പറ്റിയിട്ടുണ്ട്. നമ്മുടെ തീരുമാനങ്ങളിൽ വീഴ്ച പറ്റിയിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിൽ പോലും പാപത്തിന് നമ്മൾ അനുവാദം കൊടുത്തിട്ടുണ്ട്. തമ്പുരാനോട് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ്, എൻ്റെ കണ്ണുകൾ, എൻ്റെ കാതുകൾ, എൻ്റെ ഹൃദയം, എൻ്റെ ജീവിതത്തിന്റെ, എൻ്റെ ശരീരത്തിന്റെ ഓരോ ഇന്ദ്രിയങ്ങളിലൂടെയും കർത്താവ് ഞാൻ പാപത്തിന് അധികാരം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഉപേക്ഷിക്കാൻ, അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറാൻ തീരുമാനമെടുത്തതാ ഞാൻ പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, നീ എന്നെ സഹായിക്കണം. ഈശോ, നീ എന്നെ സഹായിക്കണം. നീ മാത്രമേ എന്നെ സഹായിക്കാനുള്ളൂ. അത് ഒരു വിശ്വാസത്തോടെ, ഒരു ബോധ്യത്തോടെ കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് എല്ലാ മക്കളും ഒന്ന് സ്തുതിച്ചേ. കർത്താവിൻ്റെ സ്നേഹം, കർത്താവിൻ്റെ കരുണ, കർത്താവിൻ്റെ കൃപ നമ്മളിലേക്ക് ഒഴുകിയിറങ്ങട്ടെ. ആ വിശ്വാസത്തോടെ എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയേണമേ, കൊടുങ്കാറ്റായി വീശേണമേ, ആത്മനദിയായി ഒഴുകേണമേ. മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളെയും നിമിഷം മുട്ടുകുത്തുന്നു. ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം നമ്മൾ സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നിമിഷങ്ങളാണ്. തുറന്ന കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ സങ്കടങ്ങളെയും വേദനകളെയും ഈശോയുടെ സന്നിധിയിലേക്ക് ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ